ഡയബറ്റീസ് ഈസ് റിവേഴ്സിബിൾ എന്ന് 10-20 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്. പലരും ഈ അടുത്ത കാലത്തായിട്ട് ഇത് പറയുന്നത് കേട്ടു. ഇനിയും ധാരാളം കാര്യങ്ങൾ വരാനുണ്ട്. നിങ്ങൾ പഠിക്കേണ്ട ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലോ ചെല്ലുന്ന ഗ്ലൂക്കോസിനെയോ കൊഴുപ്പിന് എനർജിയാക്കാനുള്ള ഒരു മരുന്നും ഈ ഭൂമിയിലില്ല. ഈ ഗ്ലൂക്കോസും കൊഴുപ്പ് നിങ്ങൾ എനർജിയാക്കി മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ രക്തക്കൊള്ളിൽ ഗ്ലൂക്കോസും കൊഴുപ്പ് അടിയും, നിങ്ങളുടെ രക്തക്കൊള്ളിൽ കേടാകും. നിങ്ങളുടെ കാല്, കണ്ണ്, കിഡ്നിയെല്ലാം കേടാകാൻ വേറെ കാരണമൊന്നും നിങ്ങൾ അന്വേഷിച്ചു പോകേണ്ടതില്ല. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നു. അത് കഴിച്ചാൽ പ്രമേഹം മാറും, ഇത് കഴിച്ചാൽ പ്രമേഹം മാറും, ഈ ഫ്രൂട്ട് ഡെയിലി കഴിക്കും പ്രമേഹം മാറും, ഈ ഭക്ഷണം കഴിച്ചാൽ മതി പ്രമേഹം മാറും. തെറ്റ്, വിഡ്ഢിത്തരം. നമ്മുടെ ശരീരത്തിൽ വായു വലിക്കുമ്പോൾ വായു, വെള്ളം കുടിക്കുമ്പോൾ വെള്ളം, ബാക്കി എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്ന ഭക്ഷണത്തിലൂടെയാണ്. പക്ഷെ അത് ഇന്ന ഭക്ഷണം കൂടുതലായിട്ട് കഴിച്ചാൽ അത് മാറുമെന്ന് പറയുന്നത് തെറ്റ്. സമീകൃതമായ ഒരു ആഹാരമാണ് കഴിക്കേണ്ടത്. നമ്മുടെ പഴയ ആളുകൾ പണ്ട് കഴിച്ചിരുന്ന ആ ഭക്ഷണശീലം, പഴമ, പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഭക്ഷണശീലം, അതാണ് നമ്മൾ സ്വയത്താക്കേണ്ടത്. അതല്ലാതെ പുതിയ കുറേ ഭക്ഷണങ്ങളാണ് നമ്മുടെ ആരോഗ്യം കളയുന്നത്. തിരിച്ചറിയുക. വ്യായാമവും ക്വാളിറ്റിയുള്ള ഭക്ഷണം ലൈഫിന്റെ ഭാഗമാക്കണം. ഞാൻ അടുത്ത ദിവസം എൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിൽ കണ്ടു, ഒരു മെസ്സേജ് കണ്ടു. ഇന്ന ഫ്രൂട്ട്സിന്റെ ഇതെല്ലാം കൂടെ ചേർത്തല്ല, ഇത് ഈ പ്രോഡക്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രമേഹം മാറും, ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാറും, ആരോഗ്യം കൂടെ, അത് ഇത് കുറേ വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഒരു മെസ്സേജ് കണ്ടു. തെറ്റിദ്ധാരണയാണ്. ഒരു ഭക്ഷണം കഴിച്ചോണ്ടോ, ഒരു ഒറ്റമൂലി കഴിച്ചോണ്ടോ, പാവക്കായ ജ്യൂസ് കഴിച്ചോണ്ടോ, നെല്ലിക്കായ ജ്യൂസ് കഴിച്ചോണ്ടോ ഒന്നും പ്രമേഹവും മാറാൻ പോകുന്നില്ല, പ്രമേഹം കൊണ്ട് വരാൻ പോകുന്ന കോംപ്ലിക്കേഷൻസും മാറാൻ പോകുന്നില്ല, ഒരു ജീവിതശൈലി രോഗങ്ങളും മാറാൻ പോകുന്നില്ല. അതിന് അറിവാണ് വേണ്ടത്. പഠിക്കുക. എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങളുടെ അടിത്തറ, ഇതിന്റെ അടിസ്ഥാന കാരണം എന്താണ്, ആ കാരണങ്ങൾ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം? രോഗത്തിന്റെ കാരണത്തെയല്ലേ ചികിത്സിക്കേണ്ടത്, രോഗലക്ഷണത്തെയാണോ? പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ രോഗലക്ഷണമല്ലേ? സോ ഈ താൽക്കാലിക മുട്ടുശാന്തികളുടെ പുറകെ പോയിട്ട് സ്വയം ജീവിതം നശിപ്പിക്കരുത്. പഠിക്കുക, തെറ്റുകൾ തിരുത്തുക, നല്ല ക്വാളിറ്റിയുടെ ലൈഫ് ലീഡ് ചെയ്യുക. ഓക്കെ.